യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയം ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതലിനോട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ഹല്ലേലൂയ, എത്ര തന്നെ വർണ്ണിച്ചാലും എത്ര തന്നെ സ്തുതിച്ചാലും അത് വരാത്ത രീതിയിൽ സ്വർഗത്തിലെ ദൈവം അനുനിമിഷം നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ സന്നിധി നന്ദിയോടെ ഈ പകൽക്കാലമായിരിക്കാം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ടിടയെ തീരും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പൽക്കാലം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, പരിഹരിക്കപ്പെടുവാൻ കഴിയുന്ന, പരിഹാരം തരുവാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരിക. സ്തോത്രം. മാനസികമായി നോക്കിക്കഴിഞ്ഞാൽ ആശയറ്റ വിഷയമായിരിക്കാം, ഒരിക്കലും അതിനകത്ത് നിന്ന് ഒരു വിടുതലില്ല എന്ന് തോന്നുന്ന ഒരു വിഷയമായിരിക്കാം, നിങ്ങൾ വളരെയധികം ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം, കൂടെ നിന്ന് ആരും ആശ്വസിപ്പിക്കുവാൻ കാണുന്നില്ലായിരിക്കാം. പക്ഷേ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, പരിഹാരമായിരിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങളുടെ വിഷയത്തെ ഇറക്കി വയ്ക്കുക. യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങളുടെ വിഷയത്തെ ഇറക്കി വെച്ചാൽ നിങ്ങൾ ആ വിഷയത്തെ പിന്നെ ചുമന്നു കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആ വിഷയത്തെ നിങ്ങൾ എടുത്ത് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്തൊരു വിടുതൽ നടക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. മർക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 5-ാം 22-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. പള്ളി പ്രമാണികൾ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്നു, അവനെ കണ്ടു, കാൽക്കൽ വീണു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യായിറോസ് എന്ന പള്ളി പ്രമാണിയുടെ ജീവിതത്തിനകത്ത്, അതായത് സ്തോത്രം, തൻ്റെ കുഞ്ഞുമകൾ എന്ത് ചെയ്യുന്നു, മരണത്തോട് മല്ലടിക്കുന്ന ഒരു സാഹചര്യം തൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടിടയെ തീർന്നു. ഈ ഒരു സാഹചര്യത്തിൽ കടന്നു വരുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമുക്കവിടെ കാണുവാൻ കഴിയുന്ന യായിറോസ് തൻ്റെ ഭവനത്തിൽ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുകയല്ല ചെയ്യുന്നു, മറിച്ച് ആ വിഷയത്തിനകത്തുനിന്ന് ഒരു ഉയർപ്പ് കൊടുക്കുവാൻ കഴിയുന്ന, ആ വിഷയത്തിനകത്ത് പരിഹാരം കൊടുക്കുവാൻ കഴിയുന്ന, ആ വിഷയത്തിനകത്ത് ഒരു മറുപടി കൊടുത്ത് അതിനെ തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവവേദനെ, ആശയറ്റ ചിലപ്പോൾ വിഷയത്തിനകത്തായിരിക്കും നീ ആയിരിക്കുന്നത്, ഡോക്ടർമാർ കൈവിടപ്പെട്ട വിഷയത്തിന്റെ നടുവിലായിരിക്കും ചിലപ്പോൾ ആയിരിക്കുന്നത്. അത് എല്ലാം തകർന്നു, എല്ലാം അവസാനിച്ചു എന്ന് ഒരുപോലെ മറ്റുള്ളവർ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തും ഇനി ഇതിനകത്തൊരു വിടുതലില്ല എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറയുമ്പോഴും പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം അതിനകത്ത് നിരാശപ്പെട്ടു പോകാതെ യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങളുടെ വിഷയത്തെ കൊണ്ടുവരുവാൻ തയ്യാറാക്കുന്നുവെക്ക്, യേശുവിന്റെ അടുക്കലേക്ക് ആ വിഷയത്തെ ഇറക്കി വെക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക്, ആ വിഷയത്തെ കർത്താവിന്റെ കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കുന്നുവെക്ക്, നിശ്ചയമായിട്ടും അതിനകത്തൊരു പരിഹാരം വെളിപ്പെടുവാനായിട്ടിടയത്തില്ല, അതിനകത്തൊരു വിടുതൽ അനുഭവിക്കുവാനായിട്ടിടയത്തില്ല. ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു. ഹല്ലേലൂയ. അപ്പൊ ആരുടെ അടുക്കൽ വരണം? സ്തോത്ര. വിഷയങ്ങളുടെ സ്തോത്ര കാഠിന്യം കൂടുമ്പോൾ, തീഷ്ണത കൂടുമ്പോൾ ആരുടെയെങ്കിലും അടുക്കലല്ല പോകേണ്ടത്. യഥാർത്ഥത്തെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന, അതേ സ്തോത്ര, സൃഷ്ടിപ്പിന്റെ കർത്താവായിരിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരണം. സ്തോത്രം. ഇവിടെ യായിറോസ് അതാ ചെയ്ത് അടുക്കൽ വന്നു. സ്തോത്രം. നാം കർത്താവിന്റെ അടുക്കിലേക്ക് വരണം. പ്രശ്നങ്ങൾ നമ്മെ കർത്താവിൽ നിന്ന് അകറ്റി മാറ്റുകയല്ല, പ്രശ്നങ്ങൾ നമ്മൾ ഒന്നുകൂടി കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നതാക്കി മാറ്റണം. സ്തോത്രം. കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് നാം കർത്താവിന്
കർത്താവിനോട് നമ്മുടെ ഉള്ള അവസ്ഥകളെ ഒന്ന് തുറന്നു പറയുവാൻ ഇടയായി തീർണം. മറ്റുള്ളവർ പറഞ്ഞിരിക്കുക ഇനിയിപ്പോൾ കർത്താവിനെ അറിയിക്കേണ്ട, ഇല്ലെങ്കിൽ സ്തോത്രം മറ്റുള്ളവരെ അടുക്കലെ കർത്താവിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥനക്കാരുടെ അടുക്കൽ കടന്നു പോണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷേ നിന്റെ ഏത് വിഷയത്തിന്റെ പരിഹാരവും യേശുവിന്റെ പക്കൽ ഉണ്ട്. സ്തോത്ര, യേശുവിന്റെ അടുക്കൽ ഒരു വിഷയത്തെ നിങ്ങൾ ഇറക്കി വെച്ച, ആ കർത്താവിന്റെ കാൽക്കൽ നീ വീണിട്ട് ഒരു വിഷയത്തെ ഇറക്കി വെച്ച, ഇനി അതിനകത്ത് എന്തെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലാ പ്രിയ ദൈവ പൈതലെ, ആ വിഷയത്തിനകത്ത് ഒരു മറുപടി കർത്താവ് നിന്റെ കരത്തിൽ തരും. സ്തോത്ര, നീ നിരാശപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല, നീ അസ്വസ്ഥരായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ഒരുത്തൻ വന്നു, അവനെ കണ്ടു, കാൽക്കൽ വീണു. അപ്പൊ യേശുവിനെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? യേശുവിന്റെ കാൽക്കൽ അങ്ങ് ഒന്ന് വീഴുക. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, അസഹനീയമായിരിക്കുന്ന വിഷയത്തിന്റെ നടുവിലായിരിക്കാം, മനസ്സ് ഇളക്കി മറിഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ നടുവിലായിരിക്കാം. ഇന്ന് പകൽക്കാലം സ്തോത്ര, ആ യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് യേശുവിന്റെ കാൽക്കൽ നിനക്കൊന്ന് വീഴാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു മറുപടി ഈ പകൽക്കാലം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരാ. മനുഷ്യരുടെ അടുക്കിലേക്ക് പോയി നാം കാൽക്കൽ വീഴുവാനല്ല, യേശുവിന്റെ കാൽക്കൽ നീ ഒന്ന് വീഴുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യുന്നു? നിന്റെ വിഷയത്തെ നീ അതേ രീതിയിൽ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് ഇറക്കി വയ്ക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അതിന് പരിഹാരം കർത്താവ് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയത്തിര. യേശുവിന്റെ അടുക്കൽ ഒന്നാമത് വരണം, യേശുവിന്റെ കാൽക്കൽ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. അടുത്ത് തന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തെ ഒന്നുപോലും മറച്ചു വെക്കാതെ താൻ എന്തിനാണ് കർത്താവിന്റെ അടുക്കൽ വന്നതെന്ന് യായിറോസ് യേശു കർത്താവിനെ ബോധിപ്പിക്കുന്ന ഒരു ഭാഗം കാണുവാൻ സാധിക്കുന്നു. എന്റെ കുഞ്ഞുമകൾ മരണാസന നിലയിൽ ജീവിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കണം. ഒന്നാ പറയണേ, എന്റെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? മരണാസന നിലയിൽ ആയിരിക്കുന്നു, അത്യാസന ഘട്ടത്തിലായിരിക്കുന്നു, ഏത് സമയവും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്നു എന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണ യായിറോസ് തന്നെ യേശു കർത്താവിനെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ ഒരു മരണാസന നിലയിൽ ഇരിക്കുമ്പോഴും അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിനെ നീ വന്ന് അവിടെ മേൽ കൈവയ്ക്കണമേ എന്നൊരു അപേക്ഷ. ഹല്ലേലൂയ, സ്തോത്രം. അവൾ മരണാസന നിലയിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഞാൻ നിന്റെ അടുക്കൽ വന്ന് കാലിൽ വീണതിനൊരു കാര്യമുണ്ട്. അവള് മരിച്ചു പോകേണ്ടവളല്ല, അവള് രക്ഷപ്പെട്ട് ജീവിക്കണം. അങ്ങനെ രക്ഷപ്പെട്ട് ജീവിക്കണമെങ്കിൽ നീ വന്ന് അവളെ കൈക്ക് പിടിക്കണം. ഹല്ലേലൂയ, അവളുടെ കൈമേൽ നീ വന്നു അവളുടെ മേൽ കൈ വയ്ക്കണം. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തെ അവിടെ എന്ത് ചെയ്യുന്നു? യായിറോസ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അതിനങ്ങ് പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം സ്തോത്രം, നിന്റെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, മരണാസനമായി പോകുന്ന വിഷയമായിരിക്കാം, ഏത് സമയം നിന്റെ മുമ്പിൽ നിലച്ചു പോകാമെന്നുള്ള വിഷയമായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പരിഹാരം തരുവാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു വരാമോ? ആ കർത്താവിന്റെ കാൽക്കൽ വീണിട്ട് നീ കടന്നു പോകുന്ന സാഹചര്യത്തെ ആ കർത്താവിന്റെ മുമ്പിലേക്ക് അങ്ങൊന്ന് ഇറക്കി വയ്ക്കുവാൻ തയ്യാറാകാമോ? നിന്റെ ഉള്ളിനെ അറിയുന്ന ഒരു ദൈവം, നീ ആ ഒരു ആ യായിറോസ് മരണാസന നിലയിൽ ആ കുഞ്ഞായിരിക്കുമ്പോഴും അവിടുന്ന് വേദനയേറ്റ് കടന്നു വരുന്ന ആ വേദനയുടെ തീഷ്ണത അറിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഒരു വിഷയം കടന്നു വരുമ്പോൾ അതിനകത്ത് എത്രത്തോളം നമ്മുടെ ഹൃദയം പിടയ്ക്കുന്നുവെന്ന്, നമ്മുടെ ഹൃദയത്തിനകത്ത് വേദന കടന്നു വരുന്നുവെന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയെത്തുന്ന ആ കർത്താവ് നിന്നെ കൈവിട്ട് കളയുകയല്ല. ലോകം നിന്നെ ഡോക്ടർമാർ കൈവിട്ട് കളയാം, ഇനി ഞങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ് ഇല്ല, കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചേൽപ്പിക്കാം. പക്ഷേ യേശുവിന്റെ അടുക്കിലേക്ക് ഒരു വിഷയത്തെ കൊണ്ടുവച്ച ആ വിഷയത്തെ ചുമന്നു കൊണ്ടുപോകുവാൻ യേശു കർത്താവ് നിന്നെ അനുവദിക്കത്തില്ല. കാരണം ഹല്ലേലൂയ, നിന്റെ രോഗത്തിന് പരിഹാരം കർത്താവിന്റെ പക്കലുണ്ട്. സൗഖ്യമാക്കുന്ന കർത്താവ് എത്ര സ്തോത്രം. ഹല്ലേലൂയ. യേശു രക്ഷകന് നിന്നെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയാം, നിന്നെ വിടുവിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നിന്റെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, അവസാന സാഹചര്യത്തിൽ നിൽക്കുന്ന അനുഭവത്തിലായിരിക്കാം. ചിലപ്പോൾ ആരോഗ്യത്തെ നിങ്ങൾ അവസാന സാഹചര്യം ആരോഗ്യം നഷ്ടപ്പെടുന്ന അനുഭവത്തിലായിരിക്കാം. ചില രോഗശക്തി നിങ്ങളെ വളരെയധികം അലട്ടുന്നുണ്ടായിരിക്കാം. ഇനി ഈ അവയവത്തിനകത്തൊരു പ്രവർത്തനം
പ്രവൃത്തി വെളിപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് അങ്ങ് അവസാന നിമിഷം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കരത്തിലുള്ളത് ഏറ്റവും അധികം തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരിക്കാം. ബിസിനസ് ഏറ്റവും അധികം തകർന്നുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം. ഇനി ഇതിനകത്തുനിന്ന് ഒരു മറുപടി ലഭിക്കാൻ പ്രതീക്ഷയില്ല, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് ഇരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, അതിനകത്ത് നിരാശപ്പെട്ടിരിക്കാതെ അവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു വരാമോ? യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറയാമോ, എന്റെ കുഞ്ഞ്, എന്റെ സാഹചര്യം ഇതാണ്, പക്ഷെ ഇതിനകത്തുനിന്ന് എനിക്കൊരു വിടുതൽ തരുവാ. അങ്ങ് ഇതിനകത്തൊരു വാക്ക് കൽപ്പിച്ച, അങ്ങ് ഇതിനകത്തൊരു നോട്ടം വച്ചു കഴിഞ്ഞാ, അങ്ങ് ഇതിനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാ ഇതിനകത്തൊരു മറുപടി കിട്ടുമെന്ന് ഒന്ന് വിശ്വാസത്തോടു കൂടി യേശുവിന്റെ അടുക്കൽ പറയുവാൻ കഴിയുന്നുവെങ്കിൽ അവിടെ എന്റെ കർത്താവിന്റെ കരം ചലിക്കും. ഈ പകൽക്കാലം ചില അത്യാസനമായിരിക്കുന്ന ചില ആശയേറ്റ വിഷയത്തിനകത്ത്, ചിലതിന്റെ അകത്ത് ജീവൻ വ്യാപരിക്കുവാനായിട്ടിടയത്തിര. ഏത് മേഖലയ്ക്കകത്താണോ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് നിങ്ങൾ ചിലപ്പോൾ തകർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം. യാതൊരു സാധ്യതയും ഇല്ലായിരിക്കാം. ഒരു വഴി തുറക്കുക, അവസാന പ്രതീക്ഷയും അവസാന ഫോൺ കോളും നിലച്ചിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം. പ്രിയ ദൈവ പൈതലേ, സ്തോത്ര. എന്നെ നോക്കി വിളിച്ചപേക്ഷിക്കേ, ഞാൻ നിനക്ക് ഉത്തരം തരാമെന്ന് അരുളി ചെയ്ത യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ഈ പകൽക്കാലം ആ യേശു കർത്താവിനോട് നിന്റെ വിഷയത്തെ പറയുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തുറക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവിടെ ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഒത്തിരി മനുഷ്യരുടെ അടുക്കലേക്ക് കടന്നുപോയി ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കാം. സ്തോത്ര. ഒരിടത്തൊന്നും വിടുതൽ ഇല്ലാതിരിക്കുമ്പോഴും ഏത് സാഹചര്യവും എന്ത് സംഭവിക്കാം, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കാം ചിലപ്പോൾ ഈ പകൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന. ആരിൽ നിന്നൊരു കനിവ് കിട്ടും, ആരിൽ നിന്നൊരു ആശ്വാസം കിട്ടും എന്ന് വിചാരിച്ച് ഓടി നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആശ്വാസദായനായിരിക്കുന്ന, അതേ നിങ്ങളുടെ വിഷയത്തിന് വിടുതൽ തരുവാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വാ. ഹല്ലേലൂയ. യേശു കർത്താവ് വിളിക്കുക, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് കടന്നു വാ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ കടന്നു വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ആശ്വാസപ്രദനായിരിക്കുന്ന യേശുവിന്റെ കരം, ഹല്ലേലൂയ, ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ നിങ്ങളെ തൊടുവാനായിട്ട് ഇടയത്തിര. ആശയേറ്റ വിഷയത്തിനകത്ത് ചിലത് ജീവൻ പ്രാപിക്കുന്നത് നിങ്ങൾ കാണുവാനായിട്ട് ഇടയത്തിര. ചില ചലനങ്ങൾ സംഭവിക്കുന്നത് അത് തീർന്നു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതായിരിക്കാം. അതിനകത്ത് ചില വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരാം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു സ്തോത്രം അല്പസമയം കഴിഞ്ഞ് യായിറോസിന്റെ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യായിറോസിന്റെ ഭവനത്തിനകത്തുനിന്ന് ഒരു വ്യക്തി കടന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട, കഴിഞ്ഞു പോയി എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ നമുക്ക് അവിടെയും കാണുവാൻ സാധിക്കുന്നു, എല്ലാം കൈവിട്ടു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, യായിറോസിന്റെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, യായിറോസിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന യേശു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, സാധ്യതകൾ ഉള്ളപ്പോ ലോകം നമ്മോട് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം, വിടുതൽ കിട്ടുമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ആശയേറ്റു പോകുമ്പോഴും എല്ലാം കൈവിട്ടു പോകുമ്പോഴും ഹല്ലേലൂയ, അതേ ഇനി പോയല്ലോ എന്ന് മറ്റുള്ളവർ പറയുമ്പോ പ്രിയ ദൈവ പൈതലെ, യേശു കർത്താവിനെ നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുക ചെയ്യുന്നത് ഈ പകൽക്കാലം. ഹല്ലേലൂയ. നീ വിശ്വസിക്കുക. സ്തോത്രം. കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയവുമായിട്ട്, കർത്താവിന്റെ കാൽക്കൽ നിന്റെ വിഷയത്തെ കൊണ്ടു വച്ചിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ വിഷയം നിനക്ക് ഭാരമായി തീരുകയില്ല. ആ വിഷയം നിന്റെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്തൊരു എഴുന്നേൽപ്പ് വെളിപ്പെടാ, അതിനകത്തൊരു ജീവൻ വ്യാപരിക്കുവാനായിട്ട് ഇടയത്തില്ല. കർത്താവിൻ മേൽ വ്യാപരിച്ചതായ ജീവന്റെ ശക്തി നിന്റെ സ്തോത്രം തീർന്നു എന്ന് പറഞ്ഞ വിഷയത്തിനകത്തേക്ക് ആ ജീവന്റെ ശക്തി, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയത്തിരും. വിശ്വാസത്തെ ധൈര്യപ്പെടുത്തുന്ന, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന യേശു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ അധൈര്യപ്പെട്ടു പോകണ്ട, നീ വിശ്വസിക്കാൻ മാത്രം മതി. മനുഷ്യരുടെ വാക്കുകൾ പലപ്പോഴും നമ്മെ വിശ്വാസത്തിൽ നിന്ന് താഴ്ത്തി കളയുമ്പോൾ, താളടി ആക്കി കളയുമ്പോഴും യേശുവിന് പറയാനായിട്ടുള്ളത് എന്നുള്ളൂ, നീ എന്റെ അടുക്കൽ ആ വിഷയത്തെ ഇറക്കി വെച്ചത്, നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. നമുക്ക് ഉത്തമമായ ഒരു ബോധ്യമുണ്ടായിരിക്കണം, നമ്മുടെ വിഷയത്തെ ആരുടെ മുമ്പിലാണ് ഇറക്കി വച്ചതെന്ന്. ഹല്ലേലൂയ. ഏത് വിഷയത്തിനും പരിഹാരം തരുവാൻ കഴിയുന്ന, ഏത് വിഷയത്തിനും മറുപടി തരുവാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കലാണ് നീ കടന്നു വന്നതെന്നും
യേശുവിന്റെ കാൽക്കലാണ് നിന്റെ വിഷയത്തെ വച്ചതെന്ന ഉറപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയത്തീർന്ന വിശ്വാസത്തിൽ നിന്ന് ചഞ്ചലിച്ചു പോകല, വിശ്വാസത്തിൽ നിന്ന് ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. മാനുഷിക വാക്കുകൾ കേട്ട് അസ്ഥിരപ്പെട്ടു പോകാതെ വേണം. ഹല്ലേലൂയ. അതേ സ്തോത്രം. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീ ചിലത് പ്രഖ്യാപിക്കുവാൻ തയ്യാറായ, നീ കർത്താവിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുവാൻ തയ്യാറായ, പിന്മാറി പോകാതെ ഉറച്ചു നിൽക്കുവാൻ ഇടയായി തീർന്ന കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ വിശ്വാസത്തെ തന്നെ ഉറപ്പിക്കുന്ന, അതേ സ്തോത്രം, വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുന്ന യേശു കർത്താവിന്റെ വാക്കുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വന്നിരിക്കാം. പക്ഷെ നമുക്ക് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് കഴിയണം. സ്തോത്ര. അവരോട് പറയണം, നിന്റെ വിഷയത്തിൽ കർത്താവ് പരിഹാരം തരാം. കർത്താവിന്റെ മുമ്പിൽ നീ ഒരു വിഷയത്തെ ഇറക്കി വെച്ചുവെങ്കിൽ അതിന് നിശ്ചയമായിട്ട് പരിഹാരം വെളിപ്പെടും, അതിന് മറുപടി തരുമെന്ന് പറഞ്ഞ് ചിലതിന് ഉറപ്പിക്കുവാൻ കഴിയണം. അവരെ നിരാശപ്പെടുത്തി കളയുവാനല്ല, അവരെ വിശ്വാസത്തിൽ നിന്ന് താളടിയാക്കി കളയുവാനല്ല ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. സ്തോത്ര. ചിലരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയത്തില്ല. അവര് കൂടി കർത്താവിനെ അനേകം പേർ കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവ് ഭവനത്തിലേക്ക് ചെന്നു ആരവാരൊക്കെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഉടനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യേശു കർത്താവ് കുഞ്ഞിന്റെ അടുക്കിലേക്ക് കടന്നു പോയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. കുട്ടി കിടന്ന ഇടത്തേക്ക് ചെന്നിട്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. സ്തോത്രം. അത് യായിറോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞ് മരണാസനയിലായിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളെ കൈവയ്ക്കണം എന്ന്. സ്തോത്രം. അതുപോലെ യേശു കർത്താവ് ആ ഭവനത്തിൽ ചെന്നു മരിച്ചു കിടക്കുമ്പോഴും ആ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു. അതേ കൽപ്പിക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. കർത്താവിൽ നിന്നൊരു കൽപ്പന പുറപ്പെട്ട എത്ര അസ്തമിച്ചു എന്ന് പറഞ്ഞ വിഷയങ്ങളും എഴുന്നേൽക്കും. ഹല്ലേലൂയ. അത് നിന്റെ ബിസിനസ് മേഖലയാകട്ടെ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയാകട്ടെ, നിങ്ങളുടെ ആരോഗ്യം ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന കുടുംബത്തിനകത്തുള്ള ഏതെങ്കിലും വിഷയമായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളായിക്കട്ടെ, എല്ലാം തീർന്നു എന്ന് പറയുമ്പോഴും കർത്താവ് ആ വിഷയത്തെ നോക്കി ചിലത് കൽപ്പിച്ച, ഹല്ലേലൂയ, ചിലത് എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീരും. ഈ പകൽക്കാലം വിശ്വസിക്കുക, നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് എന്റെ കർത്താവിന്റെ കൽപ്പന പുറപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അധികാരമുള്ള കർത്താവിന്റെ വാക്ക് നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് ചലിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുമ്പോ, തീർന്നു എന്ന് പറഞ്ഞതും എഴുന്നേൽക്കുവാൻ തുടങ്ങുക. അതേ സ്തോത്രം. ഇനി പ്രതീക്ഷിക്കയില്ല എന്ന് പറയുമ്പോഴാ അതിനകത്തുനിന്ന് പ്രതീക്ഷകൾ ഉളവാകുന്നത് ചിലത് നിന്റെ മുമ്പിൽ കാണത്തക്ക രീതിയിൽ മാറി പുറത്തു വരുവാനായിട്ട് ഇടയത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽക്കാലം മുതൽ ചലിച്ചു തുടങ്ങിയ. ഹല്ലേലൂയ. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ചില കൽപ്പനകൾ ഇന്ന് അസ്തമിച്ച ചില വിഷയത്തിനകത്തേക്ക് കർത്താവ് വെളിപ്പെടുത്താൻ പോകുക. ബാലെ എഴുന്നേൽക്ക. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിന്റെ ആരോഗ്യം മടങ്ങി വാ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഏത് മേഖലയ്ക്കകത്താണ് ഒരു എഴുന്നേൽപ്പ് വെളിപ്പെടേണ്ടത്, ആ മേഖലയെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് ഇന്ന് പറയുമെന്ന് വിശ്വസിക്കുക. സ്തോത്ര. അതെ, എഴുന്നേൽക്ക. ഹല്ലേലൂയ. നീ അവിടെ കിടക്കേണ്ടതല്ല. അതെ, നീ സ്തോത്ര ഇതിനകത്ത് ഒതുങ്ങേണ്ടതല്ല, നീ പുറത്തു വരേണ്ടതത്രേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രിയദേവൻ അവിടെ കാണുന്നു, കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീതാ കുമി എന്ന് പറഞ്ഞു. ആ കൽപ്പന പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ ചലനമില്ലാത്ത വിഷയത്തെ ചലിക്കും. ഹല്ലേലൂയ. എത്ര ചലനമില്ല എന്ന് പറഞ്ഞാലും, എത്ര രക്ഷപ്പെടത്തില്ലെന്ന് ഡോക്ടർ ഇനി പറഞ്ഞാലും, എത്ര നിന്റെ ബിസിനസ്സിനകത്ത് ഒരു വളർച്ച ഉണ്ടാകത്തില്ല എന്ന കൂടെ ഇരുന്ന് എത്ര അറിയാവുന്ന വ്യക്തികൾ പറഞ്ഞാലും, എന്റെ കർത്താവ് ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞ സ്തോത്രം, അതെന്ത് ചെയ്യും? അതിനകത്ത് വിടുതൽ വ്യാപരിക്കും, അതിനകത്തൊരു അത്ഭുതം നടക്കുവാനിട്ടിടയത്തിരും എന്ന് അർത്ഥത്തോടെ തലീതാ കുമി എന്നവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ വിഷയത്തിനകത്ത് കർത്താവ് എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് കൽപ്പിച്ച എത്ര
അസാധ്യമായ വിഷയവും എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം ഈ പകൽക്കാലം ഉണ്ടായിരിക്കുക. സ്തോത്രം. കർത്താവ് കൽപ്പിക്കും. ഹല്ലേലൂയ. ചിലത് നിന്റെ വിഷയത്തിനകത്ത് അത് എഴുന്നേൽക്കുവാനായിട്ടിടയത്തരും. അതിനകത്തൊരു വിടുതൽ വ്യാപരിക്കുവാനായിട്ടിടയായിത്തീരാ. ബാല ഉടനെ എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഹല്ലേലൂയ. മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിൽ, കൂടെയുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിൽ, അവർ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട്, അവരുടെ കണ്ണുകൾക്ക് അവിശ്വസനീയമാകുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തി അവിടെ കാണുവാനായിട്ടിടയത്തുന്നു. ഇത് യഹോവയാ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി. കരയുന്ന ദൈവ പൈതലെ, ആശയേറ്റ വിഷയത്തിനകത്ത് ദൈവസന്നി കൊണ്ടുവച്ചിട്ട് കണ്ണുനീരോടായിരിക്കുന്ന ദൈവ പൈതലെ, നിന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ കർത്താവിന്റെ അടുക്കൽ ഒരു വിഷയത്തെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ വിഷയത്തിന്റെ കാഠിന്യം കടന്നു വന്നപ്പോഴാ കർത്താവിന്റെ മുമ്പിൽ നിന്റെ വിഷയത്തെ എന്റെ വിഷയവുമായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ വിഷയം കർത്താവ് നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതിനകത്ത് നീ വിസ്മയിക്കത്തക്ക രീതിയിൽ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അത്യന്തം വിസ്മയിക്കണമെങ്കിൽ അവർക്ക് എല്ലാം നമുക്കറിയാമല്ലോ, പറഞ്ഞല്ലോ. സ്തോത്രം. കുഞ്ഞു മരിച്ചു പോയെന്നാ പറഞ്ഞത്. അവർ വിസ്മയിക്കത്തക്ക രീതിയിൽ ഞാൻ പറയട്ടെ, നിന്റെ ഭാരമേറിയ വിഷയത്തെ, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതായ വിഷയത്തെ ഈ പകൽക്കാലം ആ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ആ കർത്താവിന്റെ കാൽക്കൽ വീണിട്ടൊന്ന് പറയാമോ, അപ്പാ എന്റെ വിഷയം ഇതാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഇത് രക്ഷപ്പെടുമെന്ന്, ഈ ബിസിനസ് രക്ഷപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ കടഭാരത്തിനകത്തുനിന്ന് ഞാൻ പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ തലമുറയുടെ അകത്ത് ഒരു വിടുതൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാ അവിടെ പ്രഖ്യാപിച്ചത്. ഇവിടെ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിനെ അപ്പൊ രക്ഷപ്പെടും. കർത്താവ് വന്ന് തൊട്ടാൽ, കർത്താവിന്റെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടുമെന്ന് യായിറോസിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം. ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. എന്റെ ഈ വിഷയത്തിനകത്ത് കർത്താവ് ഒന്ന് ഇടപെട്ട, യേശു കർത്താവ് ഒന്ന് തൊട്ട, കർത്താവ് ഒന്ന് കൽപ്പിച്ച, കർത്താവ് ഒന്ന് നോക്കിയ എന്റെ വിഷയത്തിനകത്തൊരു മറുപടി ലഭിക്കും. ഇത് രക്ഷപ്പെട്ട് ജീവിക്കും. ഇതിനകത്തൊരു അഭിവൃദ്ധി ഉണ്ടാകും. ഇതിനകത്തൊരു നന്മ വെളിപ്പെടും. ഇതിനകത്തൊരു വാതിൽ തുറക്കപ്പെടും എന്നൊന്ന് പറയാൻ കഴിയുമോ? സ്തോത്രം. നീ എന്ത് പറയുന്നുവോ അതിനെ കർത്താവ് അങ്ങ് കൽപ്പിക്കും. ഹല്ലേലൂയ. അതിനെ കർത്താവ് അങ്ങ് ചെയ്തു തരുവാനായിട്ട് ഇടയത്തരും. പക്ഷെ ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. വിഷയങ്ങളുടെ ബാഹുല്യം വർദ്ധിക്കുമ്പോ, അതിന്റെ കഠിനമാറിയ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കടന്നു വരേണ്ടത് യേശുവിന്റെ അടുക്കല, കടന്നു വന്ന് വയ്ക്കേണ്ടത് യേശുവിന്റെ കാൽക്കല. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ചില വിഷയങ്ങളുടെ നടുവിൽ കർത്താവിന്റെ അടുക്കൽ കൊടുത്തിട്ട് ചില മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണോ? സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി മാറുന്നുണ്ടായിരിക്കാം, കൂടെ നിന്നവർ പറയുന്നുണ്ടായിരിക്കാം, ഇനി ഇതിനകത്തൊന്നും ഒരു മറുപടിയില്ല, ഇനി ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അസ്വസ്ഥപ്പെടുത്തണ്ട എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവച്ച ദൈവ പൈതലെ, നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ എന്റെ കർത്താവിന്റെ അടുക്കലാ കൊണ്ടുവച്ചത്. മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കലാണ് എന്റെ വിഷയത്തെ ഇറക്കി വച്ചതെന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കണം. അപ്രകാരം വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോ നാം തന്നെ അത്യന്തം വിസ്മയിക്കത്തക്ക രീതി ഒരു ദൈവ പ്രവൃത്തി, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയത്തരും. നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്തായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ, ഇനി അവർക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കപ്പെടത്തില്ല എന്ന അനുഭവത്തിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, ആശയേറ്റു പോകുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, കർത്താവിൽ ബലപ്പെടുവാൻ തയ്യാറായ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം.
ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ കൊണ്ട് വെച്ച വിഷയത്തെ ലോകം എന്ത് തന്നെ പറഞ്ഞു കൊള്ളട്ടെ. സ്തോത്ര. അതേ സ്തോത്ര. ഈ പകൽക്കാലം വിശ്വസിക്ക, ഞാൻ കർത്താവിന്റെ അടുക്കൽ വിഷയത്തെ വച്ചു, അതിനകത്ത് ഞാൻ വിസ്മയിക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. മറ്റുള്ളവരുടെ സാക്ഷി പറയത്തക്ക രീതിയിൽ ഇതെന്റെ യഹോവയാ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതേപോലെ നമുക്ക് യായിറോസിന്റെ ഭവനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവിടെ മാർത്ത എന്ത് ചെയ്തു? യേശുവിന്റെ കാൽക്കൽ വന്ന് വിടുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അപ്പോൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, യേശുവിന്റെ അടുക്കൽ നാം എത്തണം. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയെങ്കിലും നിന്നിട്ട് ആരെങ്കിലും നിന്റെ വിഷയം ഇതാണെന്ന് പറഞ്ഞു വിടുകയല്ല. ആവശ്യക്കാരാരാണോ അവര് കർത്താവിന്റെ സന്നിധിയിൽ വരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പലരിടത്തും പറഞ്ഞിട്ട് നാം മിണ്ടാതെ നിരാശപ്പെട്ടിരിക്കും. നോ, നമ്മുടെ മേൽ കിടക്കുന്ന വിഷയത്തിന്റെ കാഠിന്യം നാം അറിയുന്നത് പോലെ മറ്റൊരു വ്യക്തിക്ക് അറിയാൻ പറ്റത്തില്ല. നാം കർത്താവിനോട് ഉള്ളതുപോലെ പറയാൻ പറ്റുന്നത് പോലെ മറ്റൊരു വ്യക്തിക്ക് ആ വിഷയത്തെ കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ കഴിയില്ല. പ്രിയ ദൈവവേദന എല്ലാം പറയട്ടെ ഞാൻ. സ്തോത്രം. അതേ സ്തോത്രം. നമ്മുടെ വിഷയത്തിന്റെ വേദനയ്ക്കകത്ത് നാം പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റാരും പ്രാർത്ഥിക്കത്തില്ല. സ്തോത്രം. അപ്പൊ നാം തന്നെ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുക്കൽ വരണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. നിരാശയുണ്ട്, വേദനയുണ്ട്, കാഠിന്യമേറിയ ഭാരമുണ്ട്. പലപ്പോഴും പറഞ്ഞിരിക്കാം, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കാം. പക്ഷേ കർത്താവിന്റെ അടുക്കൽ വാ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്ത വേദന അറിയുന്നൊരു കർത്താവ്. ഹന്നയുടെ ഹൃദയം അവള് വേദന കൊണ്ട് അവിടെ എന്ത് ചെയ്ത് അനങ്ങിയതേ ഉള്ളൂ. അവളെ വാക്കുകളൊന്നും പുറത്ത് കേൾക്കാൻ പറ്റില്ല. പക്ഷേ അവൾ കർത്താവിന്റെ അടുക്കൽ വന്നു. സ്തോത്രം. ആ കർത്താവിന്റെ അടുക്കൽ വരിക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നിന്നെ അകറ്റിക്കളയല്ല കർത്താവിൽ നിന്ന്, കർത്താവിനോട് അടുക്കുന്നതാകണം. കർത്താവിന് അടുക്കൽ വരണം. മറ്റാരെയും നോക്കണ്ട. സ്തോത്ര. വിഷയങ്ങൾ തലപ്പൊക്കുന്നു കാണുമ്പോ, വിഷയങ്ങൾ നിന്നെ കൈവിട്ടു പോകുന്നു എന്ന് തോന്നുവാനായിട്ട് ഇടയായി തീരുമ്പോ, നീ ഓടി വന്ന് അഭയം പ്രാപിക്കേണ്ടത് യേശുവിന്റെ അടുക്കലാ. സ്തോത്രം. യേശുവിന്റെ കാൽക്കല വന്ന് വീഴേണ്ടത്. സ്തോത്രം. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. ഹല്ലേലൂയ. യായിറോസും യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് കാണുന്നൊരു കാര്യമുണ്ട്, അവന്റെ കാൽക്കൽ വീണു. യായിറോസും അതാ ചെയ്തത്. സ്തോത്രം. അപ്പോഴവൾ കാണുവാൻ സാധിക്കുന്നത്, പ്രിയ ദൈവമക്കൾ, നാം കർത്താവിന്റെ അടുക്കൽ വരിക. നിന്നെ ഏത് ഭാരപ്പെടുത്തുന്ന വിഷയമായിക്കൊള്ളട്ടെ, ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനില്ല എന്ന് പറയുന്ന വിഷയമായിക്കൊള്ളട്ടെ, കർത്താവിന്റെ അടുക്കൽ ഇന്ന് കടന്നു വാ. സ്തോത്ര. കർത്താവിന്റെ കാൽക്കൽ നിന്റെ വിഷയത്തെ കൊണ്ടൊന്ന് വയ്ക്കേ. സ്തോത്രം. ഹല്ലേലൂയ. അതേ വയ്ക്കേണ്ടടുത്ത് നീ വച്ചു കഴിഞ്ഞാ പിന്നെ എടുത്ത് നീ ചുമക്കുവാൻ ആ ഭാരത്തെ നിന്റെ തോളുകൾക്ക് ഭാരമാക്കി ദൈവം മടക്കി വിടുകയില്ല. സ്തോത്രം. ആ ഭാരത്തെ ലഘൂകരിക്കുന്ന കർത്താവ്, ആ ഭാരത്തെ ചുമക്കുന്ന കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ വച്ചു കൊടുക്ക. കർത്താവിന്റെ മേൽ വച്ചു കൊടുക്കണമെങ്കിൽ കർത്താവിന്റെ അടുക്കൽ നമ്മൾ കടന്നു വരണം. സ്തോത്രം. ഇന്ന് പലപ്പോഴും നമുക്ക് കർത്താവിന്റെ അടുക്കൽ കടന്നു വരാൻ കഴിയില്ല. നാം പറയുമോ, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാനാ, ഞാൻ എങ്ങനെ വരാൻ, എനിക്ക് ഒത്തിരി ഭാരമാണ്, എനിക്ക് നിരാശ. നോ, പ്രിയ ദൈവ പൈതലേ, ആ മേഖലയ്ക്കകത്ത് നിന്ന് ആ കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു വാ. സ്തോത്രം. കാരണം നീ നിരാശപ്പെട്ടിരിക്കുവാനോ നീ ആകുലപ്പെട്ടിരിക്കുവാനോ അല്ല കർത്താവ് വിളിക്കുന്നത്. കടന്നു വാ. കർത്താവ് വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഭാരം നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്നുണ്ടായിരിക്കാം. അസ്വസ്ഥരായ മൈൻഡുമായിട്ടായിരിക്കാം ആയിരിക്കുന്നിടത്ത് ഒന്ന് മുട്ടുമടക്കി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിനോടൊന്ന് പറയാമോ, അപ്പ എന്റെ വിഷയം ഇതാണ്. സ്തോത്രം. എന്റെ ഭാരം ഇതാണോ എന്ന് പറഞ്ഞേ ഈ പകൽക്കാലം ഒന്ന് ഇറക്കി വയ്ക്കാമോ? സ്തോത്രം. ചിലപ്പോൾ കടക്കാർ വരും അടുത്ത നിമിഷം. എന്തവരോട് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന അനുഭവത്തിലായിരിക്കാം. സ്തോത്രം. പ്രിയ ദൈവത്തിലെ ഏത് വിഷയത്തിനും കർത്താവിന്റെ മുമ്പിൽ പരിഹാരമുണ്ട്. സ്തോത്ര. പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയവും കർത്താവിന്റെ അടുക്കൽ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നാം ഉറച്ചു വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ മറുപടി നോ. നിന്റെ സാഹചര്യമല്ല, നിന്റെ സമീപനം ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ എങ്ങനെ ആ വിഷയത്തിനകത്ത് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നോ അതാ കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ. ആ ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വരുന്ന വിശ്വാസം
ലാസർ പറയുവാനായിട്ടിടയായി തീർന്നു, യേശുവേ അവൾ രക്ഷപ്പെട്ട് ജീവിക്കണം. മരണാസന നിലയില, പക്ഷെ ഒന്നുമില്ല. പക്ഷെ കർത്താവ് ഒന്ന് തൊട്ട. ഈ പകൽക്കാലം അങ്ങനെ പറയാമോ? കർത്താവ് ഇതിനകത്ത് മാനസികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് വിടുതൽ ലഭിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ കർത്താവ് ഇതിനെ ഒന്ന് തൊട്ടാൽ, കർത്താവിനോട് ഒരു വാക്ക് കൽപ്പിച്ച, ഹല്ലേലൂയ, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസത്തെ കർത്താവിനോടൊന്ന് പ്രഖ്യാപിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നിന്റെ വിഷയത്തിനകത്ത് ഒരു എഴുന്നേൽപ്പ് ഉണ്ട്. ഹല്ലേലൂയ. എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ, ഇനി ഇതിനകത്തൊന്നൊരു ജീവൻ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ, ഇതിനകത്ത് ഇനി ഒരു വിടുതലില്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ, ചിലപ്പോൾ ഡോക്ടർമാർ കൈവിട്ട് കാണുമായിരിക്കാം. മെഡിക്കൽ സയൻസ് ഇനി ഇതിനകത്ത് യാതൊരു ട്രീറ്റ്മെന്റും ഇല്ല എന്ന് പറഞ്ഞു കാണുമായിരിക്കാം. സ്തോത്രം. ഈ പകൽക്കാലം പറയട്ടെ, ഇനി ഈ സാഹചര്യം മുന്നോട്ട് പോയാ നിന്റെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് ഒരു വിടുതൽ നടക്കത്തില്ല, നിന്റെ കുടുംബജീവിതം ഇനി നല്ലതായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഇനി നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ഇനി പോകാൻ സാധ്യതയില്ല എന്ന സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സുകളെ ചിലപ്പോൾ അകറ്റി നിർത്തി കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന്റെ കരം നിങ്ങളെ തൊടുവാനായിട്ടിടയത്തിരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വിഷയങ്ങളുടെ മറുപടികൾ ഈ പകൽക്കാലം വെളിപ്പെടും. ഏത് ഭാരപ്പെടുന്ന വിഷയമായിക്കൊള്ളട്ടെ, ഏത് സ്തോത്ര അസാധ്യമായ വിഷയമായിക്കൊള്ളട്ടെ, പ്രിയ ദൈവവൈതലേ സ്തോത്രം, വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ വിഷയത്തെ വിശ്വാസത്തോടു കൂടി വേണമെങ്കിൽ യായിറോസിന് ആ കുഞ്ഞിന്റെ അടുക്കൽ നിന്ന് അവളുടെ ആ മരണത്തെ മുഖാമുഖമായി കണ്ട് അവിടെ നിൽക്കാം. പക്ഷെ അതല്ല ചെയ്തത്, യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. സ്തോത്രം. ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ട് ആ കുഞ്ഞിന്റെ അടുത്ത് നിന്ന യായിറോസിനല്ല കാണുവാൻ സാധിക്കുന്നത്. ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത യായിറോസ് യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വരുവാനായിട്ടിടയെ തീർന്നു. പ്രിയ ദൈവപൈതലേ, ചിലതിനെ വിട്ടുകൊടുക്കാതെ വേണം കർത്താവിന്റെ അടുക്കിലേക്ക് നീ വരാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് വിഷയത്തെ നിന്റെ കരത്തിലേക്ക് തിരിച്ചേൽപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ സാധ്യതയില്ലാത്ത അനുഭവത്തിലായിരിക്കാം കടന്നു പോകുന്നത്. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവച്ച നിന്റെ വിഷയം കൈവിട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ചിലപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തലമുറയുടെ വിഷയത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. കൈവിട്ടു പോയി, ഇനി തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല എന്ന് ഉള്ളിന്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളും പറച്ചിലുകളും കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, കർത്താവിന്റെ അടുക്കൽ കടന്നു വാ. സ്തോത്രം. വിഷയത്തെ കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കേ. കർത്താവ് തിരിച്ച് എഴുന്നേൽപ്പിച്ച് നിന്റെ കരത്തിൽ തരും. അതൊരു അത്ഭുതകരമായിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ പൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, പരിഹാരനായിരിക്കുന്ന യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വയ്ക്കേ. കർത്താവ് അതിനകത്ത് വിടുതൽ തരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ പൽക്കൽ അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന, അവരുടെ ജീവിതത്തെ പ്രതീക്ഷകൾ അസ്തമിച്ച് കടന്നു പോകുന്ന വിഷയങ്ങളെ കർത്താവിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നു. നിനക്ക് അധികം പ്രയാസമുള്ളതിനെ എന്റെ അടുക്കൽ കൊണ്ടുപോകാൻ ഞാൻ അതിനെ ചെയ്തു തരാമെന്ന് അരുളിച്ചത് കർത്താവേ. അപ്പാ സ്തോത്ര, ആശയേറ്റ വിഷയത്തിനകത്തും അപ്പാ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന, എഴുന്നേൽക്ക എന്ന് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മരിച്ചവ എഴുന്നേറ്റ് നടന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. അപ്പാ ആശയേറ്റു കൈവിട്ടു എന്ന് ചില വിഷയത്തിനകത്തേക്ക് കർത്താവിന്റെ കൽപ്പന പുറപ്പെടട്ടെ. അധികാരമുള്ള അങ്ങയുടെ വാക്ക് അപ്പാ സ്തോത്ര, ആശയേറ്റ വിഷയത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം തറച്ചു കയറട്ടെ. കർത്താവിന്റെ കൃപ ചലിക്കട്ടെ. ചലനമില്ലാതെ കിടക്കുന്ന ചിലത് ചലിക്കട്ടെ. ചില വാതിലൊക്കെ തുറക്കട്ടെ. ചിലരുടെ കടബാധ്യതകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. പരിശുദ്ധന്റെ കരം ചലിക്കട്ടെ. ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന, കൈവിട്ടുപോയി ഇനി രക്ഷയില്ല എന്ന് പറയുമ്പോഴും കർത്താവിന്റെ അടുക്കൽ കടന്നു വന്ന് കർത്താവിൽ നിന്നൊരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ ഈ വചനത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. രക്ഷപ്പെട്ട് ചിലത് ജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലതിനകത്തുന്ന രക്ഷ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലതിനകത്ത് ജീവൻ വ്യാപരിക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച്
പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.